ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിലൂടെ ദൈവ കരത്തിൻ്റെ കീഴിൽ ജീവിക്കുവാനായിട്ട് വചനം നമ്മളെ വിളിക്കുകയാണ്. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ഈശോ ഊമനായൊരു പിശാചബാധിതന് സൗഖ്യം കൊടുക്കുകയാണ്. സൗഖ്യം കൊടുക്കുന്നത് കാണുമ്പോൾ അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള മനുഷ്യരുണ്ട്. പ്രത്യേകിച്ചും ഈശോയെ എതിർക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ അവനിൽ ആരോപണം ഉന്നയിക്കുകയാണ്. അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ ഇപ്രകാരമൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പനെതിരായിട്ട് മകൻ പ്രവർത്തിച്ചാൽ എന്താകും ആ വീടിൻ്റെ അവസ്ഥ? ഒരു വീടിൻ്റെ ഉള്ളിൽ അപ്പനും മകനും തമ്മിലുള്ള കലഹങ്ങൾ ആരംഭിച്ചാൽ പിന്നെ ആ വീടിൻ്റെ അടിത്തറ ഇളക്കപ്പെടുകയാണ്. അതാണ് ഈശോ പറഞ്ഞു കൊടുക്കുന്നത്. അന്തഛിദ്രമുള്ള രാജ്യവും ഭവനവും ഒക്കെ നശിച്ചു പോകും. എന്നിട്ട് അവൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്ത് അധികാരത്താലാണ് താൻ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. ഈശോ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ ദൈവകരത്താലാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. ദൈവകരം കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതെന്ന് അവർക്ക് സാക്ഷ്യം കൊടുക്കുകയാണ്. എന്താണ് ഒരാൾ ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലായിരിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവം സംരക്ഷണമാകുമെന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവത്തിൻ്റെ കരത്തിന് കീഴിലായിരിക്കാൻ കഴിയുക. ദൈവകരങ്ങൾക്ക് ഒരാൾ തന്നെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ സംരക്ഷകനാകുമെന്നുള്ള ഉറപ്പും ബോധ്യത്തിൻ്റെയും ഏറ്റുപറച്ചിലാണ്. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്ന, അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ഒരുവൻ്റെ ഭാഗ്യം എന്താണ്? അത്യുന്നതൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുക. ഇതാണ് ഒരുവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമെന്ന് പറയുന്നത്. ഇതാണ് ഒരാൾ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിലാകുമെന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ സംരക്ഷകനായിരിക്കുമെന്നൊരു ബോധ്യമുണ്ടാവുക. നമ്മളിന്നൊരു ദുരിതത്തിൻ്റെയും പ്രതിസന്ധിയുടെയും കാലത്തൂടെ കടന്നു പോവുകയാണ്. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുറപ്പാകേണ്ട ഒരു ബോധ്യം ഇതാണ്, എൻ്റെ ദൈവം എനിക്ക് സംരക്ഷണമായിട്ട് മാറും. എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം സങ്കടങ്ങളും വേദനകളിലൂടെയും കടന്നു പോകേണ്ടി വരുമ്പോഴും അത്യുന്നതനായ എൻ്റെ ദൈവം എനിക്ക് സംരക്ഷണം. അതുകൊണ്ടാണ് ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഭയന്നോടുന്ന ദാവീദാണ് വിളിച്ചു പറയുന്നത്, കർത്താവിൻ്റെ ഇടയൻ, അതിനാൽ എനിക്കൊന്നിനും കുറവുണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിൽ ആശ്രയിക്കുന്ന ഒരാൾ, ഭയന്നോടിയ ഒരാൾ പിന്നീട് അതിശക്തനായ രാജാവായിട്ട് മാറുകയാണ്. ദൈവത്തെ ഒരാൾ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായിട്ട് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ആ ആളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവകരത്തിൻ്റെ കീഴിലായിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് നമ്മളെ തന്നെ തമ്പുരാനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകണം. അതുകൊണ്ടാണ് നമ്മളിന്ന് വായിച്ച വചനഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഒരുവിൽ നിന്ന് പുറത്തുപോയ പിശാച് പിന്നീട് തിരിച്ചു വരുമ്പോൾ അവൻ കാണുന്നുണ്ട് ആ വീടൊക്കെ ഇങ്ങനെ അടിച്ചുമാരി മനോഹരമാക്കിയിട്ടിരിക്കുകയാണ്. അവൻ പോയിട്ട് തന്നെക്കാട്ടിലും ദുഷ്ടനായ 7 പേരെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലേ, എന്നാൽ മര്യാദയ്ക്ക് ജീവിക്കാതിരുന്ന പോരെയല്ലേ? നന്നായിട്ട് ജീവിച്ചാൽ ഒരു പിശാചിനെ ഇറക്കി വിട്ടാൽ 7 എണ്ണത്തെയും കൊണ്ട് വരുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. പിന്നെ എന്തിനാ ഇതിൻ്റെ ഈ പണിക്ക് പോകുന്നത്? അത്യാവശ്യം അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചാൽ എന്തു സുഖമായിരുന്നല്ലേ? എന്താണ് ആ വചനത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? ഒരാളിൽ നിന്നും തിന്മ പുറത്തു പോകുക മാത്രം പോരാ, ആ ആളിൻ്റെ ഉള്ളിൽ ദൈവം ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറണം. അടിച്ചു വാരിയിട്ട് വിടെന്ന് പറഞ്ഞാൽ അത് ഇത്രമാത്രം അർത്ഥമുള്ളൂ. നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ നിന്ന് ദൈവത്തെ ആഗ്രഹിക്കുന്ന മാത്രമേ ഉള്ളൂ. ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്നിലേക്ക് ഇനിയും തിന്മയ്ക്ക് പ്രവേശിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് വിചാരിക്കരുത് കേട്ടോ,
എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുക എന്നുള്ളതാണ്. തിന്മയെ പുറത്താക്കി ഞാൻ അതിശക്തമായിട്ട് തിരിച്ചു വരുമെങ്കിൽ എന്തിന് ഞാൻ ഈ സാഹസത്തിന് മുതിരണം? തിന്മയെ പുറത്താക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറണം. ദൈവം എൻ്റെ ശക്തിയും കരുത്തുമാണെന്ന വാക്കിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനും പ്രഘോഷിക്കാനായിട്ട് കഴിയുമ്പോഴാണ് ദൈവകരം നമുക്കുള്ളിലുണ്ടാകുക. ഒരു ചെറുപ്പക്കാരനെ വളരെ അടുത്ത് പരിചയമുണ്ട്. ബിടെക്കിന് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ പഠിക്കാൻ മിടുക്കനായിരുന്നത് കൊണ്ട് ക്യാമ്പസിൻ്റെ അറിവിൽ ജോലി കിട്ടി. വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെയുള്ളവർക്ക് അസൂയയും പകയൊക്കെ ആകുന്നുണ്ട്. ഒന്നിച്ചുകൂടി ഇവനെതിരെ നിരന്തരം പരാതി കൊടുത്ത് സഹികെട്ടി കൊച്ചനെ വന്ന് രാജിവെച്ച് പുറത്തിറങ്ങി. അവൻ പുറത്തേക്ക് ഇറങ്ങി സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. 2 വർഷം കൊണ്ട് അതും പരാജയപ്പെടുകയാണ്. 26-ാമത്തെ വയസ്സെത്തുമ്പോഴും 5 ലക്ഷത്തോളം രൂപയുടെ കടക്കാരനാവുകയാണ് ഇവൻ. അവൻ പള്ളിയുമൊക്കെ ആയിട്ട് അടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ നിരാശയിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം ദിവസം രാവിലെ ഇവൻ കുർബാനയ്ക്ക് പള്ളിയിൽ വന്നു. പള്ളിയിൽ സപ്രാ പ്രാർത്ഥന നടക്കുകയാണ്. അവിടെ ഇങ്ങനെ ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്ന അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകും. അവൻ 6-ാം ക്ലാസ് മുതൽ അൾത്താര ശുശ്രൂഷയായിട്ട് പള്ളിയിൽ ഉള്ള ആളാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഇവന് ഈ കേൾക്കുന്ന വചനം ആദ്യം കേൾക്കുന്നത് പോലെ അവനെ പള്ളിയുടെ ഏറ്റവും മൂലയിൽ പുറകെ ഇങ്ങനെ ചാരിയിരിക്കുമ്പോൾ അവൻ്റെ കാതുകളിൽ പതിക്കുകയാണ്, അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകും. അവനറിയാതെ അവൻ്റെ ഉള്ളിൽ അവൻ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുർബാന മുൻപോട്ട് പോകുമ്പോൾ ഇവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. കുർബാന കഴിയുമ്പോൾ ഏതാണ്ട് കലഞ്ഞ കണ്ണൊക്കെ ഇവൻ പുറത്തിറങ്ങിപ്പോയി. പിന്നീട് അവൻ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ നിമിഷവും ഏറ്റുപറയാൻ തുടങ്ങി, അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. ഇവൻ്റെ പ്രതിസന്ധികളുടെ ഒരു 3 വർഷത്തിൻ്റെ ശേഷമാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവൻ എന്നോട് ഇങ്ങനെ അഭിമാനത്തോടെ പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ആ കുഞ്ഞു വചനം എൻ്റെ ജീവിതത്തിലേക്ക് പറയുക മാത്രമല്ല, അന്ന് മുതൽ ഞാൻ ഈശോൻ്റെ ജീവിതത്തിലേക്കൊന്ന് നടുവിലേക്കൊന്ന് വെച്ചു. 6-ാം ക്ലാസ് മുതൽ ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഞാൻ അന്ന് മുതൽ തിരിച്ചറിയാൻ തുടങ്ങി, ദൈവം എനിക്ക് ശക്തിയാണെന്ന്. ഇടവകയിലെ എല്ലാ സംഘടനകളിലും സജീവമായിരുന്ന ഞാൻ ഒരിക്കൽ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല ആ പ്രവർത്തനങ്ങളൊക്കെ അതെനിക്കൊരു സാമൂഹികമായ അംഗീകാരത്തിൻ്റെത് മാത്രമായിരുന്നു. ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞു, അത്യുന്നതൻ്റെ സംരക്ഷണം എൻ്റെ കരുത്താണെന്നറിയുകയാണ്. പിന്നീട് അവൻ ജീവിതത്തിൽ ഓരോ വിജയത്തിലേക്കും നടന്നെടുക്കുകയാണ്. അവൻ ഉയരങ്ങളിലേക്ക് പോകുകയാണ്. ഇന്ന് ആ കൊച്ചൻ ആരോടും അഭിമാനത്തോടെ പറയും, ഞാൻ എന്തായിരിക്കുന്ന ദൈവകൃപയാലാണ്, ഞാൻ എന്തായിരിക്കും ദൈവകൃപയാലാണ്. നേട്ടങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോഴും അവനിങ്ങനെ ഓഫീസിൽ അവൻ്റെ തലയ്ക്ക് മുകളിൽ വലിയ അക്ഷരങ്ങൾ എഴുതി വച്ചിരിക്കുന്നു, അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഒന്ന് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കാം. അടിച്ചുവാരിയ ഭവനങ്ങളല്ല, ദൈവം നടുവിലുള്ള ഭവനമായിട്ട് ഹൃദയമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം. ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.